കോട്ടത്തറ ചൊറിയന്നൂരിൽ രംഗന്റെ മകനായ മണികണ്ഠന് സ്വന്തമായി ബസ് വേണമെന്നായിരുന്നു മോഹം. അത് സഫലീകൃതമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്നതോ? അട്ടപ്പാടിയിൽ നിന്നുള്ള കണ്ണുനനയുന്നൊരു റിപ്പോർട്ട് കണ്ട് തീരുമാനിക്കാം. ഭാര്യയുടെ സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് കടം വാങ്ങിയും പണമുണ്ടാക്കി ബസ് വാങ്ങിയപ്പോൾ തന്റെ സമയം തെളിഞ്ഞെന്നാണ് അട്ടപ്പാടിയിലെ ഇരുള വിഭാഗക്കാരനായ മണികണ്ഠൻ കരുതിയത്. എന്നാൽ മുന്നോട്ടുള്ള വഴിക്കു കുറുകെ ചില ഉദ്യോഗസ്ഥർ ചുവപ്പുനാട കെട്ടിയതോടെ ബസ് 3 മാസമായി കട്ടപ്പുറത്ത് കിടന്ന് നശിക്കുകയാണ്. മാസം 7000 രൂപ പലിശ നൽകാനില്ലാതെ മണികണ്ഠനും. കിഴക്കൻ അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ഉന്നതികളിലേക്ക് യാത്രാ സൗകര്യം വേണമെന്ന മൂപ്പന്മാരും ജനപ്രതിനിധികളും നിരന്തരം പരാതി ഉന്നയിക്കുന്ന കാലമാണ്. 2022 ബസ് വാങ്ങിയപ്പോൾ അട്ടപ്പാടിയിലൂടെ തന്നെ ഓടിക്കണമെന്ന് ആഗ്രഹിച്ചു. കേരള അതിർത്തിയായ മുള്ളിയിൽ നിന്നും കൊറവൻപടിയിലേക്കും കോട്ടത്തറ പുതൂർ ഉമ്മത്താൻപടിയിലേക്കും നേരത്തെ ഓടിയിരുന്ന സ്വകാര്യ ബസ്സുകളുടെ സമയക്രമമാണ് ചോദിച്ചത്. 2022 നവംബർ 18 പാലക്കാട് ജില്ലയിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി പെർമിറ്റ് അനുവദിച്ചു. എന്നാൽ സമയം നിശ്ചയിക്കാൻ സ്വകാര്യ ബസ്സുകാർ കൂടി പങ്കാളിയായ യോഗത്തിൽ തീരെ ലാഭകരമല്ലാത്ത സമയക്രമമാണ് ബസ്സിന് അനുവദിച്ചത്. അത് തനിക്കും യാത്രക്കാർക്കും ഗുണമാകില്ലെന്ന വാദം ആരും ചെവിക്കൊണ്ടില്ലെന്ന് മണികണ്ഠൻ പറയുന്നു. എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ അട്ടപ്പാടി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ വിദ്യാഭ്യാസ കുറവായതുകൊണ്ട് ഈ വണ്ടി ഫീൽഡിലേക്ക് ഞാൻ വന്നതാണ്. അങ്ങനെ ഒരു ബസ് ഡ്രൈവറായി ഇതേ കോട്ടത്തറ മുള്ളി റൂട്ടിൽ ബസ് സർവീസ് ഡ്രൈവറായിട്ട് ഓടുകയും അവിടുത്തെ ആൾക്കാർ 2 മണിക്കൂർ 3 മണിക്കൂർ ബസ്സില്ലാത്തതുകൊണ്ട് ഒരു ബസ് അനുവദിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഊര് നിവാസികൾ, അവിടുത്തെ മൂപ്പന്മാർ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാം ഒപ്പിട്ട് തരികയും ഞാൻ 2022 പാലക്കാട് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ പെർമിറ്റ് കൊടുക്കുകയും എൻ്റെ പെർമിറ്റിന് യാതൊരു ഒബ്ജക്ഷനിലായിട്ട് പെർമിറ്റ് പാസ്സാവുകയും ചെയ്തതാണ്. RTO ടൈമിംഗ് കോൺഫറൻസ് ഹാളിൽ നമ്മുടെ ടൈമിങ്ങിൽ സ്വാഭാവികമായിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കുറയ്ക്കണതാണ്. എൻ്റെ ടൈമിങ്ങിൽ 40 മിനിറ്റ് 50 മിനിറ്റ് കുറച്ചുകൊണ്ട് എൻ്റെ മുന്നിലും പുറകിലും ഓടുന്ന ബസ്സുകാർക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊടുക്കുകയും എനിക്ക് 7 മിനിറ്റ് 8 മിനിറ്റും അങ്ങനെയൊക്കെ കൊടുത്തു പല രീതിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും അതിനെതിരെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും മന്ത്രിക്കും ഞാൻ പരാതി കൊടുത്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ജോയിന്റ് RTOയ്ക്ക് മന്ത്രിയുടെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ രണ്ടാമതും ടൈമിംഗ് കോൺഫറൻസ് നടത്തി. അതിലും നമുക്ക് യാതൊരു നീതിയും കിട്ടിയില്ല. അതുകൊണ്ട് വണ്ടി നമ്മൾ നിർത്തേണ്ട അവസ്ഥയിലായി. 3 മാസമായി വണ്ടി കട്ടപ്പുറത്താണ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഓടിയ ഡ്രൈവറും കണ്ടക്ടർമാരൊക്കെ ഇന്ന് 3-4 മാസമായിട്ട് കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടും 10-15 ലക്ഷം നഷ്ടത്തിലാണ്. എൻ്റെ വണ്ടി ഇന്ന് 3 മാസം കട്ടപ്പുറത്തായതുകൊണ്ട് ഞാൻ ഇനി നിയമ പോരാട്ടമാണ്. ഇനി എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ ഏത് അറ്റം വരെ ഞാൻ പോരാടും. അതിന് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും നമുക്ക് നല്ല രീതിക്ക് ഒരു തീർപ്പാക്കി തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നന്ദി, നമസ്കാരം. മന്ത്രി KB ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ആദിവാസി യുവാക്കൾ ഈ മേഖലയിൽ അപൂർവമാണെന്നത് കണക്കിലെടുത്ത് സർവീസ് നിലനിർത്താൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. നഷ്ടം സഹിച്ച് ഇത്രയും കാലം ഓടിയെങ്കിലും ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മണികണ്ഠൻ പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.